ആഗോള നിക്ഷേപ സംഗമമായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് റിയാദിൽ തുടങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപ സാധ്യതകളും വെല്ലുവിളികളുമാണ് ഉച്ചകോടി പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ നിരവധി പ്രഖ്യാപനങ്ങളുണ്ടാകും. വിവിധ കരാറുകളും ഒപ്പുവയ്ക്കും. സൗദി തലസ്ഥാനമായ റിയാദ് ആഗോള നിക്ഷേപത്തിന്റെയും നവീകരണത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മരുഭൂമിയിലെ ദാവോസ് എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ 9ാമത് പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഗവർണറും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ യാസിർ അൽ റുമയാൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും നേതാക്കളും ചിന്തകരും സാങ്കേതിക വിദഗ്ധരും ആദ്യ ദിവസം തന്നെ ഉച്ചകോടിയിൽ സംഗമിച്ചു. നിക്ഷേപകർക്ക് വലിയ രീതിയിലുള്ള സാധ്യതകളാണ് ഉച്ചകോടി നൽകുന്നതെന്ന് ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പറഞ്ഞു. ഓരോ കമ്പനികളുടെയും ഹെഡ് ഓഫ് കമാൻഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സൗദി അറേബ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റേഴ്സായിട്ട് വരാനും അതുപോലെ തന്നെ ടെക്നോളജി പാർട്ട്നേഴ്സായിട്ട് വരാനും സൗദി അറേബ്യയുടെ കൂടെ കൈകൊടുക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ വർഷത്തെ സംഗമം വളർച്ചയുടെ പുതിയ അതിർത്തികൾ തുറക്കുന്ന സമൃദ്ധിയുടെ താക്കോൽ എന്ന പ്രധാന വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകാനും ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് സാധിച്ചു. ഉച്ചകോടി തുടങ്ങിയത് ഇന്നലെയാണെങ്കിലും പ്രധാനപ്പെട്ട ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടക്കുന്നത് ഇന്നു മുതൽ 3 ദിവസങ്ങളിലാണ്. $60 ബില്യൺ നിക്ഷേപ കരാറുകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. റിയാദിലെ കിങ് അബ്ദുൽ-അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.